ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നടന്നു പോകുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ചുറ്റുവട്ടത്താണ് താമസമെങ്കിലും അധികം ട്രെയിൻ യാത്ര ചെയ്യാത്തവരാണ് കുട്ടികൾ. അപ്പോൾ അവർക്കൊരാഗ്രഹം ട്രെയിൻ യാത്ര ചെയ്യണം. അങ്ങനെ ഇന്ന് പ്ലാനിട്ട് ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി തൃശ്ശൂരിലേക്ക് പോകാമെന്ന് പ്ലാനിട്ട് പോവുകയാണ്. അവരെല്ലാം റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിനെയും കാത്ത് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ. അവരെല്ലാം നല്ല സന്തോഷത്തിലാണ്. നിലമ്പൂർ റെയിൽവേ ഇതൊരു ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊന്നുമില്ല. കുട്ടികളെല്ലാം സ്ഥലമുണ്ടായിട്ടും മുകളിൽ കയറി ബെർത്തിൽ കയറിയിരുന്നു, യാത്രയും പുറപ്പെടുന്നതും കാത്ത്. ആദ്യം റെയിൽവേ സ്റ്റേഷൻ ആ സൈഡിലായിരുന്നു, അപ്പുറം. അന്ന് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ ഇവിടെ പുരോഗമനം കൊണ്ട് വലിയ റെയിൽവേ സ്റ്റേഷനായി തുടങ്ങി. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ട്രെയിൻ യാത്ര തുടങ്ങി. യാത്ര തുടങ്ങുമ്പോൾ വഴിയിലെ കാഴ്ചകളും കണ്ട് പതിയെ ട്രെയിൻ സ്പീഡ് കൂടി വന്നു. വഴിയരികിൽ ട്രെയിൻ വന്നതുകൊണ്ട് ബ്ലോക്കായി നിൽക്കുന്ന യാത്രക്കാരെയും കണ്ട്. ഇപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ മേൽപ്പാലം വരുന്നുണ്ട്. അങ്ങനെ യാത്ര സ്പീഡ് കൂടി തുടങ്ങി. കാടിലൂടെ ഇങ്ങനെ യാത്ര തുടങ്ങി. ട്രെയിനിൻ്റെ വാതിൽക്കൽ നിന്ന് ഞങ്ങൾ യാത്ര ആസ്വദിച്ചു. കാടും ചെറിയ വീടുകളും കണ്ടങ്ങനെ യാത്ര തുടങ്ങി. പണ്ട് ബ്രിട്ടീഷുകാർ നിലമ്പൂരിൽ നിന്നും തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് റെയിൽവേ നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിലമ്പൂർക്ക് റെയിൽവേ സ്റ്റേഷനായി. യാത്ര പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. കുട്ടികളെയും കൊണ്ട് ഷൊർണൂർ വരെ ഒന്ന് പോകുക എന്ന്. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തൃശ്ശൂർ പൂരം നടക്കുന്ന വിവരം അറിയുന്നത്. അപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് മാറ്റിയെടുത്തു. ട്രെയിനിൻ്റെ വാതിൽക്ക് നിന്ന് ഈ കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ടെങ്കിലും എനിക്കിവിടെ നിൽക്കുന്നത് അത്ര സേഫായി തോന്നിയില്ല. കുറച്ച് നേരം കൂടി നിന്ന് സീറ്റിലേക്ക് തന്നെ പോകണമെന്ന് വിചാരിച്ച് അല്പനേരം കൂടി ഞാൻ അവിടെ നിന്നു. ദൂരെയുള്ള കാഴ്ചകൾ കണ്ട് വണ്ടി മുന്നോട്ട് പോയി. കുട്ടികൾ അപ്പോഴും ബർത്തിൽ തന്നെ ഇരിക്കുകയാണ്. പോകുന്ന വഴിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ കുറച്ച് കൂട്ടുകാരെയും കണ്ടു. അങ്ങനെയാണ് ഷൊർണൂരിലേക്കുള്ള യാത്ര തൃശ്ശൂരിലേക്ക് പിടിച്ചത്. യാത്രകൾ കണ്ടങ്ങനെ പോവുകയാണ്. വണ്ടി സ്പീഡ് കൂടി, ഭയങ്കര സ്പീഡായി. ഇവിടെ എത്തിയപ്പോൾ സ്പീഡ് കൂടി. ഇപ്പോൾ ഷൊർണൂരെത്തി. ഷൊർണൂർ ഇച്ചിരി നേരം വിശ്രമമുണ്ടായിരുന്നു. അവിടുന്ന് കുട്ടികൾക്കുള്ള ഭക്ഷണം എന്തോ വാങ്ങിയിട്ട് ഷൊർണൂരിൽ നിന്നും വീണ്ടും യാത്ര തുടർന്നു. ഭാരതപ്പുഴ കണ്ട് കുട്ടികൾ കടല് എന്നും വിളിച്ചു പറയുന്നുണ്ട്. അവരും താഴെ ഇറങ്ങി ജനൽവാതിലൂടെ പുഴയുടെ കാഴ്ചകളും കണ്ട് അവരും ആസ്വദിച്ചവിടെ ഇരുന്നു. വലിയ പുഴ, വെള്ളം കുറഞ്ഞു തുടങ്ങി. വേനൽക്കാലമായതുകൊണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്നവരോട് ഒരു അഭ്യർത്ഥന, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. തൃശ്ശൂരിൽ ഞങ്ങൾ എത്തിയത് 12 മണി 1 മണി ആ ടൈമിലാണ്.
കൊടിയേറ്റം കാണണമെങ്കിൽ 4 മണിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ മറ്റേ സ്നേഹതീരം ബീച്ചിലേക്ക് പോന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയതോടെ കുട്ടികൾ ഞങ്ങളെയൊന്നും കാത്തു നിൽക്കാതെ അങ്ങിങ്ങ് ഓടി നടന്നു. ഞങ്ങൾ പതിയെ കടലും ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങി. മുന്നിലതാ കുറേ ആളുകൾ കടലിലൂടെ കളിക്കുന്നു. നല്ലൊരു വൈബായിരുന്നു. തൃശ്ശൂർ ടൗണിൽ ഞങ്ങൾ കറങ്ങുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ചൂടെടുത്ത് എന്താ പറയുക, അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ബീച്ചിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ഇവിടെ വന്നപ്പോൾ ചൂടുണ്ടെങ്കിലും നല്ല കാറ്റ് കാരണം ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായി. തൃശ്ശൂരിൽ വരുന്നവർക്ക് നല്ലവണ്ണം ആസ്വദിക്കാൻ പറ്റിയൊരു ഇടമാണ് തളിക്കുളം ബീച്ച്, അതായത് സ്നേഹതീരം ബീച്ച്. ഇവിടുത്തെ ഇങ്ങോട്ട് കടന്നത് ഓർമ്മയുണ്ട്. കുട്ടികളൊക്കെ എതിലേ പോടി എന്ന് അറിയില്ല, അവർ പാർക്കിലൂടെ ഓടി. ഞങ്ങളാണെങ്കിൽ ബീച്ചും ആസ്വദിച്ച് ബീച്ചിലൂടെ ഇങ്ങനെ നടന്നു, ബീച്ചിലെ കാഴ്ചകളും കണ്ട്. യാദൃശികമായിട്ടുള്ള വരവായതുകൊണ്ട് അധികം ഇവിടെ ചുറ്റിക്കറങ്ങാനൊന്നും ടൈമില്ല. ഇല്ല സമയം വെച്ച് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി വന്നതാണ്. ഇനി അവരുടെ അടുത്തേക്ക് പോകണം. അവരെ ബീച്ചിനടുത്തുള്ള പാർക്ക്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പാർക്കാണ്. ആ പാർക്കിൽ പോയി നേരെ ഇനി പാർക്കിലേക്ക് പോകാം. ഇവിടെ ഒന്ന് വട്ടം കറങ്ങി പാർക്കിലേക്ക് പോകാം. അവരെന്താ അവിടെ കാണിക്കുന്നതെന്ന് അറിയണല്ലോ. ഇവിടെ എത്തിയപ്പോൾ ആ കാറ്റൊക്കെ കൊണ്ടപ്പോൾ ഒരു പ്രത്യേക അങ്ങനെ നമ്മളിപ്പോൾ എത്തിയത് പാർക്കിലാണ്. പാർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കാണ്. കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ, കുട്ടികളും കുടുംബങ്ങളൊക്കെ ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു പാർക്കാണ്. അധികം ചാർജൊന്നുമില്ല. ഊഞ്ഞാലുകൾ, പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ ഓരോന്നിൽ നിന്ന് കയറി മുന്നേ ഞങ്ങളൊക്കെ മുന്നിൽ എത്രയോ മുന്നിൽ പോയി. ഇനി അവരുടെ ഒപ്പം കൂടണം. പല കാഴ്ചകളുണ്ട്. ആർക്കും വന്നാൽ വലിയ നഷ്ടമില്ലാത്ത സംഭവം തന്നെയാണ്. അതാ കുട്ടികളെ കണ്ടെത്തി. ഒരുത്തനത് അതിലൂടെ കറങ്ങുന്നു, മറ്റൊരും കറങ്ങുന്നുണ്ട്. അവിടെയൊക്കെ കറങ്ങി അവിടെ നിന്നും നിർത്തി. ഇനി അവർ വേറെ എവിടെയൊക്കെ ചാടി കൊണ്ടു. വീണ്ടും ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങാനായി. സമയം വൈകി. ഞങ്ങൾക്ക് എത്തേണ്ടത് നിലമ്പൂരാണ്. നിലമ്പൂർക്കുള്ള ട്രെയിന് വരുന്നത് സ്റ്റേഷനിൽ നിന്ന് 6 മണിക്കൊക്കെയാണ്. 6 മണിക്കോ എത്രയൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പായി ഞങ്ങൾ ബായ്.